ഒരു പേഷ്യൻ്റ് എന്നോട് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണിക്കാതിരിക്കാൻ വല്ല മരുന്നുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. അങ്ങനെ ചോദിക്കാൻ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അവരുടെ കുടുംബത്തിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളാണ്. പനി, ജലദോഷം, ചുമ, കഫക്കെട്ട് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ തന്നെ 2-3-4 തവണ ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ചോദിച്ചത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്ന കുട്ടികളിൽ എന്താണ് അതിന് കാരണമെന്ന് നോക്കി ചികിത്സിച്ചാൽ പൊതുവെ അവരുടെ പ്രതിരോധശേഷി കൂടുകയും മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ അസുഖങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടാറുമുണ്ട്. പലപ്പോഴും വിരശല്യം കൊണ്ടാവാം, അല്ലെങ്കിൽ വെള്ളം കുടിയുടെ കുറവ്, ഭക്ഷണത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുന്ന അലർജികൾ. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് കുട്ടികളുടെ മൂക്കിന് പിറകുവശത്തുള്ള അഡിനോയിഡ് വീക്കം. ഈ ഒരു അഡിനോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കം കൊണ്ട് കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, പനി, കഫക്കെട്ട്, അതുപോലെ വായ തുറന്ന് വെച്ച് കിടക്കുക, കൂർക്കം വലിക്കുക എന്നീ ബുദ്ധിമുട്ടുകളും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് മിക്കവാറും കുട്ടികളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കാരണം എന്താണെന്ന് നോക്കി കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സ കൊടുത്താൽ ഈ കുട്ടികളുടെ പ്രതിരോധശേഷി കൂടുകയും ഈ അസുഖങ്ങൾ കുറഞ്ഞു കിട്ടുകയും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ പോയി കാണേണ്ട ഒരവസ്ഥ വരികയുമില്ല. നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികൾക്കോ ഇതുപോലെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ഹോമിയോപ്പതി ചികിത്സ നൽകിയാൽ ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നതായിട്ടും അവരുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും.